ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിട്ടോ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗൈസ്. ഇന്നെന്ന് പറയണത് ഓഗസ്റ്റ് 14 തീയതിയാണ്. ഓക്കെ, ഓഗസ്റ്റ് 6 വിവോന്റെ പുതിയൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാണ് മക്കളെ? വേറൊന്നുമല്ല, വിവോ S2 5G. ഓക്കെ, അപ്പൊ ഈ ഫോണിന്റെ ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ഞാൻ പറയാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം മക്കളെ, ക്ഷമിക്കണം. അപ്പൊ അതിന്റെ ബെസ്റ്റ് ടോപ്പ് ലെവൽ ഫീച്ചേഴ്സും റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒട്ടും സമയങ്ങളായിട്ട് നേരെ നമുക്ക് നമ്മുടെ വീഡിയോ ചുക്കുചുക്കുവാന്ന് പോകിയാലോ. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വിവോ S2 5G. ഓക്കെ ഗൈസ്, ഈ ഫോൺ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 6, 2026. ഓക്കെ, ഇന്ന് ഓഗസ്റ്റ് 14. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സിലോടക്കാം ഗൈസ്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ എന്ന് പറഞ്ഞാൽ 6.83 ഇഞ്ചിന്റെ 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, 3D ആണ് ഗൈസ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 3D കർവ്ഡ് ആണ്. 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ. ഓക്കെ, 6.83 ഇഞ്ച് ഉണ്ട്. ഓക്കെ, ഒരു നോർമൽ കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ സൈസാണ് വന്നത്. ഒരു നോർമൽ ഫോണിന്റെ ഡിസ്പ്ലേ സൈസിനെക്കാളും കുറച്ചും കൂടി വലുതാണ്. അത് അതിയുക്തം. ഓക്കെ ഗൈസ്, സെറ്റ്. പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഗൈസ്. ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് തന്നെ എന്ന് പറഞ്ഞാൽ 120 Hz ആണ്. ഓക്കെ, 120 Hz ആണ് വിവോ S2 5Gന്റെ റിഫ്രഷ് റേറ്റ്. ഓക്കെ, 120 Hz. പിന്നെ ഗൈസ്, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രോസസ്സറാണ് ഈ ഫോണിൽ തന്നെ ഗൈസ്. ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഗൈസ് കുറച്ച് സീനാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം, കുറച്ച് ഇളഞ്ഞ കൊമ്പനാണ്. ഓക്കെ, വേറൊന്നുമല്ല, ഒക്ടാ കോർ MediaTek Dimensity 7360 ടർബോ പ്രോസസ്സർ. ഓക്കെ, അതാണ് ഗൈസ്. ഓക്കെ, ഒക്ടാ കോർ MediaTek Dimensity 7360 ടർബോ പ്രോസസ്സർ. ഓക്കെ, അതാണ് ഗൈസ് വിവോ S2 5Gയിലെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടിപൊളി പ്രോസസ്സർ തന്നെയാണ്. പവർഫുൾ ആണ്, പവർഫുൾ എക്സ്ട്രീം ആണ് ഗൈസ്. ഓക്കെ, എനിക്കങ്ങനെ അതൊക്കെ അറിയുള്ളൂ. എന്തായാലും നല്ലൊരു പ്രോസസ്സറാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഓക്കെ, വേറെ എന്നോട് ചോദിക്കരുത്. ഓക്കെ, നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞാൽ പ്രോസസ്സർ കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ബാറ്ററിയാണ് ഗൈസ്. ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ പൊളിച്ച് ഗൈസ്. ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 7050 mAh ബാറ്ററിയാണ്. ഓക്കെ, ഞാനിത് ഈ ബാറ്ററിന്റെ mAh തെറ്റായിട്ട് പറയാനാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കടാ. എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ, കാരണം ഞാൻ മാത്സിൽ കുറച്ച് വീക്കാണ്. ഓക്കെ, പക്ഷെ ഞാൻ ബുദ്ധിയിൽ ഭയങ്കര ബുദ്ധിമാനാണ്. ഓക്കെ, 7050 mAh ഒരു ബാറ്ററിയാണ് വിവോ S2 5G വരുന്നത്. ഓക്കെ, ബാറ്ററി കഴിഞ്ഞാൽ ഗൈസ് ഈ ഫോണിന്റെ പിന്നെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 8 GB ആണ് റാം തന്നെ. പിന്നെ 128 GB ആൻഡ് 256 GB ആണ് ഈ ഫോണിന്റെ സ്റ്റോറേജ്. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ്, മെമ്മറി ആൻഡ് സ്റ്റോറേജ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു ഗൈസ്? ക്യാമറ ഗൈസ്. ഈ ഫോണിന്റെ ക്യാമറ എന്ന് പറയില്ലേ, പൊളിച്ച്. എന്താ പറയുക ഗൈസ്, ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP സോണി മെയിൻ റെയർ ക്യാമറ. സോണിയാണ് ഗൈസ് ക്യാമറ കൊടുത്തേക്കണം വിവോന്റെ ഈ ഫോണിൽ. സോണിയുടെ ക്യാമറയാണ്. 50 MP സോണി മെയിൻ റെയർ ക്യാമറ, 32 MP ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വരുന്നത്. ഓക്കെ, അതും അടിപൊളിയാണ്. നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അത് ഞാൻ ഉറപ്പുവരാം. നല്ല ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. ഗുഡ് പ്രോമിസ്. ഓക്കെ ഗൈസ്, അതൊക്കെയാണ്. പിന്നെ ഗൈസ്, ഈ ഫോണിന്റെ ചാർജർ എന്ന് പറഞ്ഞാൽ 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഓക്കെ, 44 വാട്ട്. ഓക്കെ, അതും ഒരു ഓക്കെ ആണ്, കുഴപ്പമില്ലെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോണിലില്ല. പക്ഷേ ഫേസ് ID, ഫിംഗർ പ്രിന്റ് ലോക്ക് എല്ലാം ഈ ഫോണിലുണ്ട്. ക്യാമറ ആയിക്കോട്ടെ എല്ലാം അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതിന്റെ പ്രൈസ് തന്നെ എന്ന് പറഞ്ഞാൽ 44,999 രൂപ, 44,999 എന്ന് പറഞ്ഞാൽ റൗണ്ട് ഫിഗർ 45,000 റുപ്പീസ് ആണ് ഗൈസ് ഈ ഫോണിന്റെ വില തന്നെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വിവോ S2 5Gനെ ഞാൻ നിങ്ങളോട് എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഗൈസ്, നിങ്ങൾ എടുത്തോ, കണ്ണും പൂട്ടി എടുത്തോ. കാരണം നല്ലൊരു നോർമൽ ഡെയിലി യൂസിന് പറ്റിയ ഫോണാണ്, അടിപൊളി ഫോണാണ്. ക്യാമറ ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ, പിന്നെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. ഓക്കെ, ഒരു നോർമൽ പേഴ്സണി 9 to 5 ജോബുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓഫ് ദ കിടുക്കാച്ചി ഫോണായിട്ട് ഞാൻ ഈ ഫോൺ അവകാശപ്പെടുള്ളൂ. നല്ലൊരു ഫോൺ തന്നെയാണ് ഗൈസ്. പിന്നെ ചാർജിങ്ങിന്റെ അവർക്ക് ഒരു 50 വാട്ടെങ്കിലും കൊടുക്കാറുണ്ട്. 44 വാട്ട് കുറച്ച് മോശമായി പോയി, എന്നാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ അതൊക്കെയുള്ള വിവോ S2 5Gന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഞാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ആ ഫോൺ നോക്കിയിട്ട് പറയാം. ഞാൻ പറഞ്ഞ ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ മെയിൽ അടിച്ച് ചെക്ക് നോക്കിക്കോട്ടെ. എനിക്ക് അത്രയൊക്കെ അറിയാം ഗൈസ് ഈ വീഡിയോ പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യില്ല, എനിക്കറിയാം ആരും സബ്സ്ക്രൈബ് ചെയ്തത്. നീയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുടെ വീഡിയോ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്.